അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഐഷുമ്മയുടെ വീട്ടിലേക്ക് അതാ രണ്ട് പെണ്ണുങ്ങൾ കയറി വരുന്നു. ഐഷുമ്മ, ഐഷുമ്മ, ആരാ റബ്ബയാ വിളിച്ചണത്? നുസിയേ, ഉമ്മാൻ്റെ കുട്ടി എവിടെ? ഒന്ന് നോക്കിക്കാളി, ആരെന്നെ വിളിച്ചണ്? ഐഷുമ്മ, ആ ഇതാരാ? കേറിക്കോളി ഉമ്മ, അത് അപ്പുറത്തെ വീട്ടിലത്തെ ഷെറീനത്തെയും ഒക്കെയാണ്. അപ്പുറത്തെ വീട്ടിലത്തെ ഷെറീനെ? ഓള് ഇവിടെ ഇല്ല, തെറ്റിപ്പോയിക്കണെന്നൊക്കെയല്ലേ പറഞ്ഞു കേട്ടീൻ്റെത്. ഐഷമ്മ നിസ്കാരപ്പായലായിരുന്നു. നിസ്കാരക്കുപ്പായം അതാ പകുതി പൊക്കി പിടിച്ചുകൊണ്ട് ഉമ്മ അടുക്കള ഭാഗത്തേക്ക് വന്നു നോക്കി. ആരപ്പത്? അത് മറ്റാരുമായിരുന്നില്ലായിരുന്നു, അത് ഷെറീനയും റാഹിലയുമായിരുന്നു. എങ്കിലും ഐഷും അവർ മക്കളെ കയറിക്കോളി, ഇരിക്കി. എവിടെ ഇരുന്ന് നിങ്ങൾ? പൊന്നാര ഐഷുമ്മ, ഇങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഇടയ്ക്കൊരു പൂതിയാണ്. അല്ല ഷെറീന, ഇച്ചിപ്പോൾ എന്തിനാ എൻ്റെ ഇടയിൽ കൂടെ തെറ്റിപ്പോയിൻ്റത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് കുട്ടിയേജ് തെറ്റിപ്പോയിൻ്റത്? എനിക്ക് എൻ്റെ പുതിയ അപ്പളിനെ മക്കളെടുത്ത് ഇവിടെ നിന്നൂടേനാ. പൊന്നാരൻ്റെ ഐഷുമ്മ, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. കാരണം എനിക്കൊരു അമ്മായിയും വേണ്ടി. എന്താണ് സാധനം എന്നോ? അതിൻ്റെ ഗുണം കൊണ്ട് തന്നെ ഞാൻ പോയത്. ആരടി? ജമീലത്താത്തേ? അതൊരു പാവം പമ്പറന്നോളല്ലേ, ഓളങ്ങനെ കടുപ്പം കാട്ടുന്ന സൈസല്ലല്ലോ. പൊന്നാര, നിങ്ങളെപ്പോലത്തെ ഒരു അമ്മായിമാനെ കിട്ടിയത് വലിയ ഭാഗ്യം. അല്ല, എന്തായിപ്പോൾ? ഒരു മൂല്യരെ കൊണ്ട് ഞങ്ങളെ നാത്തൂനെ കെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടീനല്ലോ, എന്തായി? അതിനെക്കുറിച്ചൊന്നും അറിയും വേണം. അങ്ങനെ വന്നാണ് ഞങ്ങൾ. വല്ലാത്തൊരു പുതുമ. നിങ്ങളിപ്പോൾ അതറിയാനും കൂടിയാണല്ലേ വന്നിക്കണേ. ഏതായാലും വന്നാൽ നമുക്ക് ഇരിക്കി, ഏറ്റവും ചായൻ്റെ വെള്ളം ഉണ്ടാക്കട്ടെ ഞാൻ. പൊന്നാര താത്ത, അതൊന്നും വേണ്ട. അല്ലേ, എൻ്റെ സെമി ഉണ്ടായിനെന്ന് എനിക്ക് ഓളോടാണ് പറഞ്ഞാൽ മതി, ഓളൊക്കെ ഉണ്ടാക്കീനു. ഇപ്പം പിന്നെ ഓൾക്ക് നല്ല സുഖമാണ്, മാഷാ അല്ലാ. നല്ലൊരു സോലിഹായൊരു മനുഷ്യൻ ഓളെ കിട്ടിയില്ലേ, നല്ലൊരു ഉസ്താദിനെ കിട്ടിയില്ലേ. അതൊക്കെ ആ കുട്ടി ഭാഗ്യം ഉള്ളോളന്നെ. ശരിക്കും ഷെറീന റാഹിലിയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് കണ്ണിട്ട് കാണിച്ചു. പിന്നെ കാണാം, കുറച്ച് കഴിഞ്ഞാൽ കാണാം എന്നുള്ളത്. പൊന്നാര ഐഷുമ്മ, നിങ്ങളോട് പറയാനുള്ളത് മോലിയർ കുടുങ്ങിയെന്ന് കൂട്ടിയാൽ മതി. അതെന്തേടി? അല്ലേ, മോലിയർ കുടുങ്ങി വെച്ചാൽ നല്ലൊരു ഉസ്താദല്ലേ. ഓളെ സ്വഭാവം പൊന്നാര ഐഷുമ്മ നിങ്ങൾക്ക് അറിയായിട്ടാണ്. ഞങ്ങൾ ആങ്ങളെ നാസറിനൊക്കെ ഓള് പഠിപ്പിച്ചത് പഠിപ്പിച്ചോള്. ഓള് പഠിപ്പിച്ചത് നിങ്ങൾ കണ്ടിക്കണമെങ്കിൽ ഇടങ്ങാറായി പോവും. പാവാണ്. ഒരിക്കൽ ആ ഉസ്താദ് പെട്ടു എന്നറിയാം. പൊന്നാര ഐഷുമ്മ, നിങ്ങളായിട്ടല്ലേ ഓളങ്ങോട്ട് വലിച്ചു കയറ്റിയതൊക്കെ. ഞങ്ങളൊക്കെ ആണെങ്കിലേ അടുപ്പിച്ചൂല. ഓളെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഓള് മറ്റേ സ്വഭാവക്കാരിയാണ്. ഒരുത്തനെ കണ്ടാൽ മറ്റൊരുത്തൻ്റെ കൂടെ പോകണം. അങ്ങനെ എൻ്റെ നാസറിനെ തന്നെ വെറുക്കാൻ കാരണം ഇപ്പം എന്താ? ഏത് നേരം ഈ ഫോണ് ചവിട്ടിലിങ്ങനെ വെക്കലും മെസ്സേജ് അയക്കലും ഇതന്നെ പരിപാടിയേ. അങ്ങനെ വിളിച്ച് വർത്താനം പറഞ്ഞ ദിവസം എൻ്റെ ആങ്ങളെ നാസറാണ് കയ്യോടാണ് പിടിച്ചു. പിന്നെപ്പോൾ പറയണ, അതുകൊണ്ടാണ് ഓന് വെറുത്തു പോയത്, അല്ലാതെ ഒരിക്കലുമല്ല. പിന്നെ പൊന്നാരെ, രണ്ടാമത്തെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാണ്ട്. അത് പറഞ്ഞാൽ ഞങ്ങൾ വിഷമിക്കണ്ട. ശരിക്കും അവരുടെ സംസാരം കേട്ട് ഐഷുമ്മ ഒന്ന് ഞെട്ടിപ്പോയി. എന്താ റബ്ബേ ബലി ഇങ്ങനെയൊക്കെ പറയണത്? ആ കുട്ടിൻ്റെ ദാമ്പത്യ ജീവിതം കേടുവരുത്താൻ ഞാൻ മതിയായിരുന്നു. നല്ല മട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മാനെ, വല്ലാത്തൊരു. ഐഷമ്മ പുറത്തേക്കൊന്നും കാണിക്കാതെ അവർക്ക് പെട്ടെന്ന് ചായ ഉണ്ടാക്കി കൊടുത്തു. ഇതൊന്നും മാണ്ടില്ലേന് പൊന്നാര താത്ത, എന്നടി റാഹില കുടിച്ചോ. അത് പറഞ്ഞുകൊണ്ട് ഷെറീന റാഹിലക്ക് നല്ല ചൂടുള്ള ചായ ഒഴിച്ചു കൊടുത്തു. മക്കളെ, ഇതാ തിന്നോളി. പൊന്നാര താത്ത, ഞങ്ങൾ ഇതിനൊന്നും വന്നതല്ല, ഞങ്ങൾ കാര്യങ്ങൾ കുറച്ച് പറയാൻ വേണ്ടി വന്നതാണ്. ഏതായാലും നിങ്ങൾ ഉസ്താദ് അതിൽ പെട്ടുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലോണം സൂക്ഷിച്ചു ശ്രദ്ധിച്ചു നോക്കാൻ പറയേണ്ടി. ഫോണും കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കാൻ പറയേണ്ടി. കാരണം ഉസ്താദ് പറയുമ്പോൾ എപ്പോഴും പെരയിലുണ്ടാവില്ല. ഇല്ലാത്ത തക്കം നോക്കി ഓൾ ആർക്കും വിളിക്കാൻ മടിക്കൂല. അപ്പം നല്ലോണം കരുതൽ. ആങ്ങളെ നാസർ ഒരു സാധുവായിരുന്നു. പിന്നെ ഓൾ ഇടങ്ങാറാക്കലുകൊണ്ട് ഓൻ കള്ളുടേനായതാണ്. ആങ്ങളെ എന്തോരം നല്ല ചെക്കനേനോ, നല്ല മോനേന്. പക്ഷെ എന്താ, ഓളെ ഈ കാട്ടിക്കൂട്ടുകാരൊന്നും കണ്ടു ഓനെ മനം നൊന്ത് കുടിയും തുടങ്ങി. എന്താ ചെയ്യുക, ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ ആയി കിട്ടിയാലേ കാട്ടുക. പാവം, നല്ലൊരു മോനേനു. ഓളാണ് കേടെടുത്തിയത്, വേറെ ആരുമല്ല.
എന്നാൽ ഐഷും ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവരോട് എന്ത് പറയാനാ? എന്നാൽ ഈ സമയം ഐഷുമ്മ പറഞ്ഞു, മക്കളെ ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് നല്ല മട്ടത്തിൽ ജീവിക്കണോ ജീവിക്കട്ടെ, നമ്മളായിട്ടിപ്പോൾ ഒന്ന് മുടക്കണ്ടല്ലോ. ഓൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാട്ടെ. പൊന്നാര ഐഷുമ്മ അങ്ങോട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ആ ഉസ്താദ് പെട്ടു എന്ന് തന്നെ പറയാം. ഉസ്താദിനെ കണ്ണ് തെറ്റിയാൽ ഉസ്താദിനെ പറ്റിച്ചോള് മറ്റുള്ളവർക്ക് വിളിക്കും. മറ്റുള്ളവർക്ക് വിളിച്ചു കാണ്ട് ഉസ്താദിൻ്റെ കണ്ണിൽ പൊടിയിടും, അത് ഉറപ്പുണ്ട്. ശരിക്കും റാഹിലയുടെയും ഷെറീനയുടെയും സംസാരം കേട്ടപ്പോൾ ഐഷുമ്മക്ക് തന്നെ ആകപ്പാടൊരു വെറുപ്പ്. റബ്ബേ, യേശുവിനും ഭരദൂഷണവും പറയാൻ ഇപ്പോൾ എന്തിനാ അങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിൽ ഐഷുമ്മ അതിന് കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. അല്ല ഐഷുമ്മ, നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടൊന്നും വിശ്വാസം വരുന്നില്ലേ? മക്കളെ, അതൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ? അതൊക്കെ ഒരാളെ കുറിച്ച് പറയണം പറ്റുമോ? ഒരാളെ കുറിച്ച് നമ്മൾ ഉള്ളത് പറഞ്ഞാലും ഇല്ലാത്തത് പറഞ്ഞാലും അത് ഈബത്തും നെമീമത്തുമാണ്. ഒരിക്കലേ ഞാൻ ഹദീസും കാര്യങ്ങളും നിങ്ങളോട് പറയാൻ നിൽക്കണില്ല. കാരണം നമ്മളൊരു മനുഷ്യൻ്റെ പച്ച ഇറച്ചിയാണ് തിന്നുന്നത്. പച്ച ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ഒരു മനുഷ്യന്മാരെ വെറുതെ എന്തിനാണ് നമ്മൾ ആകപ്പാടെ കുറച്ച് ബാത്തും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് മുഴുവനോ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ട എന്താ ആവശ്യമാണ് മക്കളെ ഉള്ളത്? നന്നാകാൻ നോക്കി മക്കളെ. ദുനിയാവ് കുറച്ച് കാലമേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് നമുക്ക് പലതിനും തോന്നും. ഒരാളെ കളിയാക്കാനും ഒരാളെ കുറ്റം പറയാനും എല്ലാത്തിനും നമുക്ക് തോന്നും. ഞമ്മക്കൊന്ന് വയ്യാതായി പോയെങ്കിലല്ലേ ഞമ്മക്ക് അതിൻ്റെ ഒരു ഇടങ്ങാറുള്ളൂ. അപ്പം ഞമ്മക്കൊന്നും മാണ്ടി വരില്ല, ഒരാളെ പറയും മാണ്ടി വരില്ല. ഞമ്മക്ക് തന്ന ആരോഗ്യം പടച്ചറബ് എടുത്താണ്ട് കളയണോട് കൂടി നമ്മുടെ എല്ലാ വേണ്ടാത്ത സ്വഭാവങ്ങളും അവിടെ നിൽക്കും. പൊന്നാര മക്കളെ, ജീവിതം എന്ന് വെച്ചാൽ കുറച്ചുള്ളൂ. ഓരോ മരണങ്ങൾ കേട്ടില്ലേ? നമ്മളൊക്കെ വിരുന്നുകാരാണ്. ഇന്ന് കഴിഞ്ഞു. ഒരാളെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് പറഞ്ഞ് നടക്കണവർക്ക് എന്താ ഒന്നും കിട്ടാനില്ല. പോലതും കൂടി ഞമ്മക്ക് കിട്ടും. അങ്ങനെ ഉണ്ടാവുള്ളൂ. വേണ്ടാത്തതിന് ഓരോന്നിനും നിൽക്കണ്ട. സമീറാനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ കേൾക്കാൻ താല്പര്യമുള്ള വിഷയമല്ല. നിങ്ങൾ തൽക്കാലം ആ വർത്താനം നിർത്തി. എന്നാൽ ഷെറീനയും റാഹിലേക്കും അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. ആ തള്ള എന്താ സാധനമെന്നോ, തള്ളനോളെ തീറ്റിപ്പോറ്റി വളർത്തി ഉണ്ടാക്കി കണ്ട് ഉസ്താദിനെ കെട്ടിച്ചെടുത്തത് കാണാം. ഐഷുമ്മ, നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ട് ഒന്നും ഉണ്ടായിട്ട് ഞങ്ങൾ പറയില്ല. ഒരു കാര്യം ഞാൻ പറയാം. പൊന്നാര ഐഷുമ്മ, നിങ്ങളോട് സ്നേഹം ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയണത്. എന്താന്ന് വെച്ചാൽ പറയാനുള്ളത്, ഐഷുമ്മ മച്ചാന്നുള്ള കാര്യങ്ങൾ മറക്കണ്ട. ഉസ്താദിന് നിങ്ങളും കൂടിയാണ് ചതിച്ചത്. ആ നല്ലൊരു ഉസ്താദിന് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ചതിച്ചത്? അങ്ങനെ ചെയ്യാൻ നിങ്ങൾ പാടില്ലല്ലോ. ശരിക്കും നിങ്ങളും പഠിച്ചവനോട് വയ്യനെ പറയേണ്ടി വരും. അറിയാം, നിങ്ങൾക്ക് അഞ്ചല്ലൊരു ഭർത്താവിൻ്റെ ഒപ്പം നിന്നതാണ്, ഒളിച്ചോടിയതാണ് ഓള്, അങ്ങനെയൊക്കെ അറിയാം. എന്നിട്ടും നിങ്ങൾ ആ കുട്ടികൾ ഇല്ലാത്ത അതിനെക്കൊണ്ടാണ് കെട്ടിച്ചത്. കുറച്ചെങ്കിലും ഒരു മനസ്സിന് നിങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ പൊന്നാര താത്ത? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഐഷമ്മയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി അവരത് പറഞ്ഞപ്പോൾ. ഇങ്ങളെ എന്തിനാ മക്കളെ വേണ്ടാത്ത കാര്യം പറയണത്? ഓൾക്ക് കുട്ടികളുണ്ടോ ഇല്ലേ എന്നല്ലല്ലോ. ഉസ്താദിന് കുട്ടികളെ കാര്യത്തിന് കുട്ടി ഉണ്ടല്ലോ. ഉസ്താദിനൊരു പൊന്നു മോൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഐഷു എന്ന് പറഞ്ഞൊരു മോള്, അത് മതി. ഈ കാര്യം പറഞ്ഞ് ഓൾ ഒയ്യാനൊക്കെ നിന്നിക്കണ്. പക്ഷേ ഉസ്താദ് എന്താ പറഞ്ഞതെന്നോ നിങ്ങൾ കേൾക്കണോ? കുട്ടിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത്, എൻ്റെ കുട്ടിക്കൊരു ഉമ്മ എന്നുള്ള നിലക്കാണ്. പോരെ മക്കളെ, പോരെ. അത് കേട്ടപ്പോൾ ശരിക്കും റാഹിലയുടെയും ഷെറീനയുടെയും മുഖം വല്ലാതെയായി. കുട്ടിക്കൊരു ഉമ്മ. ഉസ്താദിന് പൂതിയാൽ തുടങ്ങിയിട്ടുണ്ടാവേ. 2-3 കൊല്ലമായില്ലേ പെണ്ണുങ്ങൾ മരിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ. പിന്നെ സമീറ അനുസരിച്ചൊരു തടിയും വലിപ്പമുള്ളൊരു പമ്പറന്നോളല്ലേ. അല്ലെങ്കിലും ആണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ ഇഷ്ടം. പിന്നെ ആണുങ്ങൾ സൗന്ദര്യം മുഖത്തേക്കൊന്നല്ല നോക്കല്, വേറെ കൊടുത്തേക്ക. ഓളിപ്പോൾ ഇത്ര വലിയ സൗന്ദര്യ റാണിയൊന്നല്ലല്ലോ. അവർ തമ്മിൽ 2 പേരും കൂടി അത് ചർച്ച ചെയ്യുന്നു ആ കാര്യത്തെക്കുറിച്ച്. എന്നാൽ ഐഷും അത് കേട്ട്. പൊന്നാര മക്കളെ, സമീർ കുറച്ച് മൊഞ്ചും ചേരുള്ള പെൺകുട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദ് നല്ലോണം ഇഷ്ടപ്പെട്ടിക്കണ്. ഉസ്താദിൻ്റെ മനസ്സിലെ സ്വപ്നം പോലത്തെ ഒരു പെണ്ണാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത്. എന്നാൽ നാത്തൂനെ കുറിച്ച് എന്നെ പറഞ്ഞു കേട്ടപ്പോൾ 2 പേരും കൂടി മുഖം വാട്ടിയിട്ട് പറഞ്ഞു, പിന്നെ ഉസ്താദിനൊന്നും ഇഷ്ടപ്പെടില്ലേ ആ തടിച്ചിനെ? പൊന്നാര ഐഷുമ്മ,
അത്രക്കും തടിയുള്ള പെണ്ണിനെയാണ് ഇപ്പോൾ ഉസ്താദിന് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. എന്തിനാണ് ഐഷുമ്മ അതിന് നിന്ന് നിങ്ങൾ? എന്താടി തടിക്കെന്താ, എന്ത് മൊഞ്ചുണ്ട്? ഓള് തടി ഉണ്ടെങ്കിൽ എന്താ, ഓളം മൊഞ്ച് എന്തൊരു മൊഞ്ചാണ് അത്. അതിൽ ഉസ്താദിന് ഒരു ഇഷ്ടക്കേടുമില്ല, ഒത്തിരി ഇഷ്ടമുള്ള തടിയുള്ളൊരു മൊഞ്ചില്ല എന്ന് ആരാ ഞങ്ങളോട് പറഞ്ഞത്? ഇപ്പൊക്കെ ഓരോ ഫോട്ടോയും വീഡിയോ ഒക്കെ ആക്കി ഇറക്കണൊക്കെ തടിച്ച പെണ്ണുങ്ങൾ തന്നെയാണ്. തടിച്ച പെണ്ണുങ്ങൾക്ക് മൊഞ്ച് കുറവെന്ന് ആരാ പറഞ്ഞത്? ഒരു മൊഞ്ച് കുറവും ഇല്ല. എല്ലും തൊയിലുമായി നിൽക്കണമല്ല ഭംഗി, കുറച്ചൊക്കെ ആവശ്യത്തിന് തടിയൊക്കെ ശരീരത്തിൽ വേണം എന്നെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ആണുങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. ശരിക്കും പ്രായിലെയും ഷെറീനെയും അത് കേട്ട് അവർ ഒരു വേണ്ടാത്ത രീതിയിൽ ഒരു കളിയാക്കി ചിരിച്ചു. ഐഷുമ്മക്ക് അത് ഒട്ടും പറ്റിയില്ല. ഐഷുമ്മ പറഞ്ഞു, പൊന്നാര മക്കളെ, ഒരാളെ നമ്മൾ കളിയാക്കരുത്. ഒരാളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതെ, ചിലറ്റങ്ങൾ നല്ല തടി ഉണ്ടാവും, ചിലറ്റങ്ങൾ നല്ല നീളമുണ്ടാകും. ഒരിക്കലേ നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു പെണ്ണ് വന്നപ്പോഴേ ആയിഷ ബീവി ചോദിച്ചു, അല്ലയോ തങ്ങൾ നബി തങ്ങളെ, ആ കഴുത്ത് നീണ്ട സ്ത്രീ പോയോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? തുപ്പാൻ ആവശ്യപ്പെട്ടു. കാരണം നമ്മൾ അവരുടെ ഇറച്ചിയാണ് കഴിക്കുന്നത്. അങ്ങനെ ഒരിക്കലും പറഞ്ഞത് എന്താണ്? അള്ളാഹുവിനാണ് നമ്മൾ കുറ്റം പറഞ്ഞത്. നമ്മൾ ചില ആളുകൾ നല്ല തടി ഉണ്ടാവും, ചില ആളുകൾ മെല്ലിട്ടായിരിക്കും, ചില ആളുകൾ തടിച്ചിട്ടായിരിക്കും, നീളം കുറഞ്ഞിട്ടായിരിക്കും, ചില ആളുകൾ വളരെയധികം നീണ്ടിട്ട് തടിയില്ലാതെ ആയിരിക്കും. അതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളാണ്. നമ്മളൊരിക്കലും അവരെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അള്ളാഹുവിനാണ് നമ്മൾ കുറ്റം പറഞ്ഞത്. ഒരു ചട്ടി ഉണ്ടാക്കുന്ന ഒരാൾ ചട്ടി ഒന്ന് വളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെ പറയും? ചട്ടി ഉണ്ടാക്കുന്ന ആളെ കുറ്റം പറയുക. അതുപോലെ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചതാരാ? അള്ളാഹു. ശരിക്കും ഐഷുമ്മയുടെ അത് കേട്ടിട്ട് അവൾക്ക് തീരെ പറ്റിയില്ല രണ്ടു പേർക്കും. പൊന്നാര ഐഷുമ്മ, ഞങ്ങളിവിടെ വയല് കേൾക്കാൻ വന്നതല്ല, ഞങ്ങൾക്കതിന് താല്പര്യമില്ല, ഞങ്ങൾ പോവാണ്. എന്തായാലും നിങ്ങൾ ചതിച്ചുകാണ്ട് ഉസ്താദിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് മോശമായിപ്പോയി, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. എന്നാൽ ഐഷും ഒട്ടും പറഞ്ഞില്ല. അതെ, സെമീറാക്ക് ഡേറ്റ് തെറ്റിയതും ഒന്നും പറഞ്ഞില്ല. കാരണം ഐഷുമ്മ പറഞ്ഞു, എന്തിനാ ഇപ്പോൾ പറയേണ്ട ആവശ്യം, ഒന്നും പറയണ്ട. അല്ലെങ്കിൽ ഉസ്താദിൻ്റെ കൂടെ ജീവിക്കണമെന്നോ അവർക്ക് തീരെ പറ്റണില്ല. ഓലെന്നെ ഇടങ്ങാറാക്കി ചവിട്ടി പുറത്താക്കിയതില്ല പെണ്ണ് നല്ല മട്ടത്തിന് അവിടെ നിന്ന് പോവുമായിരുന്നു. വീട്ടിലത്തെ പണിയെടുക്കലും ഉമ്മാനെ വൃദ്ധസദനത്തിലും കൊണ്ടാക്കിയിട്ട് ഓലവിടെ വിലസാണ്. എന്തായാലും പൊന്നാര മക്കളെ, ഇങ്ങനത്തെ നാത്തൂമാരെ കിട്ടിയാൽ ഇടങ്ങാറായി പോവും. ഞങ്ങൾ പോവാണ് ഐഷുമ്മ, ഞങ്ങൾ വിവരം പറയാമെന്ന് വന്നു എന്ന് മാത്രം. ഏതായാലും ഉസ്താദിനെ പഠിച്ചോ കാക്കട്ടെ, അല്ലാതിപ്പോൾ എന്ത് പറയാനാ, നമ്മളെ കാര്യമാണ് പറഞ്ഞതെന്ന് മാത്രം. എന്തായാലും സൂക്ഷിക്കണം, നല്ലതാണ് കേട്ടോ. സെമീറ ചില്ലറക്കാരെല്ലാം നല്ലോണം കരുതിക്കൊണ്ട് ഉസ്താദിനൊരു സൂചന നിങ്ങൾ കൊടുത്താൽ ഏറ്റവും നല്ലത്. ഉസ്താദിനോട് പറഞ്ഞോളി, രാത്രി ഫോണും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തിന് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചതും ഫോൺ വിളിച്ചതൊക്കെ ഉണ്ടാവും, അറിയാത്ത രീതിയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ പലവട്ടം പിടിച്ചതാണ്. എൻ്റെ ആങ്ങൾ എത്ര വട്ടം പിടിച്ചിക്കണ്, അങ്ങനെ പല രീതിയിലും വന്നതാണ്. അപ്പോൾ ഉസ്താദിന് ഭാവി ജീവിതത്തിലൊരു മോശം വരാതെക്കാൻ വേണ്ടിക്കാണ്ട് നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞത് ആ ഒന്ന് സൂചിപ്പിച്ചാലേ. ശരിക്കും ഐഷുമ്മ ഞെട്ടിപ്പോയി. റബ്ബേ, ഇവരെന്താ ഇങ്ങനെ റബ്ബേ, ഇത്രക്കും മോശമായ രീതിയിലൊക്കെ ഒരാളെ കുറിച്ച് പറയാന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ആ പെണ്ണ് ഇവിടെ എൻ്റെ അടുത്ത് എത്ര ദിവസം നിന്നത്, ഒരു ഫോൺ പോലും തൊടാത്ത ആ പെൺകുട്ടിനെ കുറിച്ച് ഇത്രക്കും മോശമായ രീതിയിൽ റബ്ബേ ഇവർ സംസാരിക്കണേ. ഒരു മനുഷ്യന് നല്ല രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കുകയല്ലോ റബ്ബേ, പടച്ച റബ്ബേ. ശരിക്കും ഐഷുമ്മക്ക് നല്ല സങ്കടം വന്നു അത് പറഞ്ഞപ്പോൾ. പൊന്നാര ഐഷുമ്മ, ഞങ്ങളിവിടെ നിൽക്കണമെന്നില്ല, ഞങ്ങൾ പോവുന്നതാണ്. അല്ലേ, നിങ്ങൾ വരണേനും ഇരിക്കണേനും ഒന്നുമില്ല, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ ഉള്ളതും ഇല്ലാത്തതും പറയരുത് കേട്ടോ. അതൊക്കെ നമ്മളെ പടച്ച് റബ്ബിന് നമ്മൾ പറയണേന് തുല്യമാണ്. ഒരിക്കലും പറയരുത് മക്കളെ. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഇബാദത്തൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഒരാൾക്ക് വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും പൊന്നാര മക്കളെ, ഈ ആദ്യം വർത്താനം പറയാനാണെങ്കിൽ നിങ്ങൾ ഈ പുത്തൻ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് വരാതൊക്കെയാണ് നല്ലത്. നിങ്ങൾ വരുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല, നല്ല മട്ടത്തിൽ വന്നോളൂ. നിങ്ങൾക്ക് ഉള്ളത് ഞാൻ വളമ്പി തരും, എൻ്റെ കയ്യിലുണ്ട് എന്താ വെച്ചാൽ അത് തരും ചെയ്യും. ഐഷുമ്മ, അങ്ങോട്ടുള്ള സ്നേഹം കൊണ്ട്, ഉസ്താനോടുള്ളൊരു സ്നേഹം കൊണ്ട് മാത്രം ഞങ്ങൾ പറഞ്ഞാണ്. ഞങ്ങളെ നാത്തൂൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഒന്ന് കരുതണ നല്ലത്. ഉസ്താദിനോട് നിങ്ങളൊന്ന് സൂചിപ്പിച്ച് കൊടുക്കേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ.
ഇനി അല്ലാന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ പോയി പറഞ്ഞോളാം. അതിനിപ്പോൾ എന്താ, ഉസ്താദ് ഫുഡ് കഴിക്കാൻ പോണ നേരം അല്ലെങ്കിൽ പുറത്തിറങ്ങണ നേരമൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് പറയണേ തന്നെയല്ലേ. അത് ഞങ്ങൾ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ കരുതുന്നത് നല്ലതാണ്. പൊന്നാര മക്കളെ, നിങ്ങൾ വെറുതെ ഒരു ജീവിതം നിങ്ങൾ ഫസാദാക്കല്ലേ. നല്ലൊരു ജീവിതമാണത്, അത് നിങ്ങൾ കേടുവരുത്തല്ലേ. ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് എത്ര മനസ്സൊക്കെ ഒരു ഇടങ്ങാറ് വരൂലേ. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത നിൽക്കല്ലേ. സമീറയെ എങ്ങനെയെങ്കിലും ഉസ്താദിൽ നിന്ന് വേർപിരിച്ച് അവളെ ഇടങ്ങാറാക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അതെ അവൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ഐഷുമ്മ ഒന്നും മിണ്ടിയില്ല. കാര്യമായിട്ട് ഐഷുമ്മ അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തു. ഐഷുമ്മ ഞങ്ങൾ പോവാണ്, ഏതായാലും പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങളെ ഡ്യൂട്ടി നിങ്ങൾ നിർവഹിക്കുക, പോലേ ഇത് കയ്യിൽ പിടിച്ചോളി. അല്ലെങ്കിലും ഷെറീനാക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കിട്ടൽ നിർബന്ധമാണ്. ഐഷുമ്മ 2 പേരുടെയും കൈകളിൽ 500-ൻ്റെ 4-5 നോട്ടുകൾ എടുത്തു കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പൊന്നാര ഐഷും അതിനും വേണ്ടി വന്നോന്നല്ല, എന്നാലും നിങ്ങൾ എന്ത് തന്നാലും ഞങ്ങൾ വാങ്ങും, ഞങ്ങൾക്ക് അത്ര സന്തോഷമാണ്, അത്രക്ക് തരലുമുണ്ട്. അതായത് ഇവിടെ ജമീലത്താത്ത പണിയെടുക്കാൻ വരുന്ന അന്ന് തന്നെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ളത് തരുമായിരുന്നു. സക്കാത്തായാലും എന്തും അങ്ങനെ തന്നെ. ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ചോറും ഭക്ഷണവും കഴിച്ചു, പൈസയും തന്നു, എമ്പാടും വെക്കണ്. നിങ്ങൾ സമീറാൻ്റെ കാര്യം പൊന്നാര ഐഷുമ്മ മറക്കല്ലിട്ടോ. ആ കാര്യം ഉസ്താദിനൊന്ന് സൂചിപ്പിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട കേട്ടോ. പൊന്നാര മക്കളെ, എന്തിനാണ് ഒരാളെ ജീവിതങ്ങൾ കേടെടുത്തുന്നത്? ഒരു കുഴപ്പമില്ല, ഇവിടെ നല്ല മട്ടത്തിൽ ജീവിച്ച് പോകണം. അതിനെക്കുറിച്ചൊരു വർത്താനങ്ങൾ പറയും വേണ്ട. പിന്നെ ഒരു കുടുംബം തെറ്റിച്ചാലേ പടച്ച റബ്ബുണ്ട് എല്ലാം കാണുന്ന കേട്ടാ. നമുക്ക് ഈ ദുനിയാവ് മാത്രമല്ല, നാളെ ആഖിറുള്ളതാണ്. ഇവിടുന്ന് എങ്ങനെയാണ് കഴിഞ്ഞു പോകും, പക്ഷെ ആഖിറത്ത് നിന്ന് അങ്ങനെ ഇങ്ങനെ രക്ഷപ്പെടൂല. എല്ലാത്തിനും ചോദ്യത്തിന് നല്ല കൃത്യമായ ഉത്തരം പറഞ്ഞെങ്കിൽ തന്നെ നമ്മളാണ് രക്ഷപ്പെടല് മക്കളെ. അല്ലെങ്കിൽ നമ്മളെ ആ നരകക്കൊണ്ട് കണ്ട് വീഴലേക്കാരം. അതുകൊണ്ട് മക്കളെ, ഒരാളെ കുറിച്ച് നമ്മൾ ഒന്നും പറയാൻ പാടില്ല. നമ്മളെന്തേ തെറ്റ് ചെയ്താൽ പടച്ച റബ്ബ് നമുക്ക് പുറത്ത് തരും. പക്ഷേ മറ്റൊരാളെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അത് ഒരിക്കൽ പോലും അത് മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് തരൂലട്ടോ. നല്ലോണം കരുതിക്കോളി. ഐഷുമ്മയുടെ ആ ഒരു പ്രഭാഷണം അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇജ്ജ് പോന്നാടി റായില്ല, തള്ളനോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാണില്ല. കാണാം, ഓൽക്ക് നല്ലൊരു പണി കൊടുക്കണം സമീറാക്ക്, എന്നെങ്കിൽ തന്നെ ഓലൊക്കെ പഠിക്കുള്ളൂ. റായിലയും ഷെറീനയും അതാ അവരുടെ പുതിയ പദ്ധതിയുമായി ഇറങ്ങുകയാണ്. ഐഷുമ്മക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യവും സങ്കടവും വന്നു അവരുടെ ആ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട്. നല്ലൊരു പെണ്ണിനെ ഓരോന്നില്ലാത്തത് പറഞ്ഞ് ഇടങ്ങാറാക്കി. ഇനിയിപ്പോൾ എന്തൊക്കെ ആക്കണാവും റബ്ബേ. എൻ്റെ സമീറ ഗർഭിണിയാണെന്നുള്ള കാര്യം ഞാനും അറിഞ്ഞാലും ഒരു വെച്ചക്കൂല, അത് ആ പെണ്ണിനെ ജീവിക്കാൻ സമ്മതിക്കൂല. എന്തൊക്കെയാവോ റബ്ബേ, കാത്തു രക്ഷിക്ക്. എന്നാൽ ഷെറീനയും റാഹിലയും ഈ സമയം അതാ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ആങ്ങളവിടെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാ പങ്ങന്മാരെ എന്തായി നിങ്ങളൊക്കെ പോയിട്ട്? എന്തായി? പൊന്നാര നാസറേ, ഞാൻ ചെയ്യാനുള്ളതും പറയാനുള്ളതൊക്കെ ചെയ്തിക്കണേ. ഇനിയിപ്പോൾ ബാക്കി കാണാം. ഓള് സുഖിക്കട്ടെ ആ ഉസ്താദിൻ്റെ ഒപ്പം. അല്ല നാസറേ, അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് അനക്കെന്താ നാസറെ ഒന്ന് പറഞ്ഞൂടേനെ കാര്യം? അതൊന്ന് പറഞ്ഞൂടേനെ ഉസ്താദിനെ കണ്ടപ്പോൾ ഇതിൻ്റെ പെണ്ണാണെന്നുള്ളത്. ഞാൻ ഒരിക്കൽ കണ്ടിക്കണേ ഹോസ്പിറ്റലിൽ വെച്ച്, അന്നത്തോടെ എനിക്ക് പൂതിയിട്ടേക്കണേ. അതെന്തേ ഇങ്ങനെ ഉണ്ടാവും തമ്മിൽ എന്തേ പ്രശ്നമായോ? ഒന്നുമില്ല, ഉസ്താദ് ചില്ലറക്കാരനൊന്നല്ല, നിങ്ങൾ വിചാരിച്ച പാവം ഉസ്താദല്ലത്. അത്യാവശ്യം തണ്ടും തടിയും മസിലൊക്കെ ഉള്ള ഉസ്താദ് തന്നെയാണത്. ഓൻ്റെയൊക്കെ നിന്ന് കിട്ടുമ്പോഴേ നമ്മളവിടെ വീഴും. ഞാൻ ഓൻ്റെ നേരക്കാണ് പോയിരുന്നു, പിന്നെ എനിക്ക് പോകാൻ പൂതി ഉണ്ടായിട്ടില്ല. നാസറെ പേടിത്തൊണ്ട, നേരിട്ടങ്ങനെ പോകാൻ പാടില്ല, ചതിയിലൂടെ കീഴ്പ്പെടുത്തണം, അങ്ങനെ വീഴുള്ളൂ അങ്ങനെയുള്ളവരൊക്കെ. ഷെറീനയുടെ വാക്കുകൾ കേട്ട് നാസർ പറഞ്ഞു, എന്തേ ആയിക്കോട്ടെ, എനിക്കിപ്പോൾ എന്താ, എനിക്ക് കള്ള് കുടിച്ച് നടക്കണം, കുറച്ച് പെണ്ണുങ്ങൾ എവിടെ വേണമെങ്കിലും എനിക്ക് കിട്ടും, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത് കെട്ടിയ പെണ്ണ് വീണ്ടും ഇറങ്ങിപ്പോയത്. ഓൾക്കൊന്നും ഇവിടെ അടങ്ങി ഒരുങ്ങി നിൽക്കാൻ കഴിയൂല. പിന്നെ നിങ്ങളെ സ്വഭാവം ഇപ്പം ഞങ്ങൾക്ക് അതിലടെ കുറ്റം, ഞങ്ങളൊരു കുറ്റക്കാരുമല്ല, നീ തന്നെയാണ് കുറ്റക്കാരൻ. വല്ലാത്തൊരു നിങ്ങളെൻ്റെ കാര്യത്തിൽ ഇടപെടണം, ഞാൻ എന്തേലും കാട്ടിക്കൊണ്ട്. ഞങ്ങൾ ഇടപെടണമെന്നില്ല. അവസാനം റായില്ല ഷെറീന അഴിച്ച് വരാൻ പാടില്ല. എടി കുറച്ച് പൈസ തരുമോ, എടി കുറച്ച് ഗൂഗിൾ പേ ചെയ്ത് തരുമോ, അങ്ങനെ തരുമോ, കുറച്ച് പൈസ എന്ന് ചോദിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരാനേ പാടില്ല. ഏതായാലും എൻ്റെ പെണ്ണുങ്ങൾ സമീർ ഇപ്പോൾ സുഖമായി ജീവിക്കണം. ഇജാണ് ഇവിടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും ചെയ്യുക. എൻ്റെ പണി തന്നെയാണ് അതൊക്കെ, എൻ്റെ ആണത്തില്ലാത്തതിൻ്റെ കുറവ്. അല്ലെങ്കിൽ
നിങ്ങളെല്ലാവരും പിന്നെ പറഞ്ഞോളി അല്ലേ. നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ട് നല്ല ഇടങ്ങാറാക്കിക്കില്ല എൻ്റെ പെങ്ങന്മാർ. അതെ, ഓൾക്ക് ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയൊക്കെ കുറേ ഇടങ്ങാറാക്കിയില്ലേ. അങ്ങനെ ഇടങ്ങാറാക്കിയിട്ടുണ്ടല്ലേ ആ പെണ്ണ് ഇങ്ങോട്ടും ഇവിടെ പിടിച്ചു തന്നതിനും. നിങ്ങളെ പെണ്ണിനല്ലേ അവളെ പറഞ്ഞേക്കാൻ പറഞ്ഞത്. നേരം വെളുക്കുമ്പോഴത്തേനും ഇവിടെ കണ്ടില്ലെങ്കിൽ കൊന്നു കളയുമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നാസ്ത്രേ. അതിങ്ങനെ ഞങ്ങൾ പറഞ്ഞു പറയാൻ നിൽക്കണ്ട. ഇജ്ജ് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. ആ വലിയൊരു തടിയുള്ള കുട്ടികളുണ്ടാകാത്ത പെണ്ണിന് എന്തിനാ എനിക്ക് വേറെ കിട്ടിക്കൂടെ? ഞാൻ പറഞ്ഞതല്ലേനോ. എന്ത് വന്നാലും വേണ്ടിയില്ല സമീറാൻ്റെ നല്ല ജീവിതം അത് സമ്മതിക്കരുത്. എന്തോ ഒരു സുഖിച്ച എവിടെയാണല്ലോ ഫ്ലാറ്റിൽ, അത് എത്രാമത്തെ നിലയിൽ, 28ാമത്തെ നിലയിലാണോ ഇനി 18ാമത്തെ നിലയിലാണോ എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിക്കണമൊക്കെ. എന്തോ ഒരു സുഖ ജീവിതമാണല്ലോ അവൾക്ക്. ഗൾഫിൽ ഫ്ലാറ്റിൽ നിൽക്കണേ പോലാണല്ലോ എല്ലാ സുഖ സൗകര്യങ്ങളുള്ള. എത്രയാണ് എൻ്റെ വാടക? 50,000 വാടക കൊടുത്താണല്ലോ ഓല് നിൽക്കണത്. എന്താ അപ്പോൾ ഒരു ചെറ്റ കുടിലിൽ കഴിഞ്ഞ ആ ഒരു പെണ്ണ് ഓളി ഓലക്കീറും ചാരി വെച്ച് ഇവിടെ ഈ ചായ്പിലല്ലേനും കിടന്നീൻ്റെത്. ഓളിപ്പോൾ എന്തോ ഒരു പട്ടുമത്തയിൽ അത്രയും നിലൻ്റെ മുകളിൽ ജീവിക്കുകയാണ്. സുന്ദരനായ ഒരു ഭർത്താവിൻ്റെ ഇപ്പോൾ ഒരു കുട്ടി ഫ്രീയും. അത് പറഞ്ഞപ്പോൾ റായില് ചിരിച്ചു. കുട്ടി ഫ്രീ ഉള്ളത് നന്നായി. ഏതായാലും ഓളേതായാലും മച്ചിയല്ലേ. ഉസ്താദിനും അറിയിക്കാരം മച്ചിയാൾക്ക് ഇനി കുട്ടികളുണ്ടല്ലോന്ന്. അതുകൊണ്ട് തന്നെ കുട്ടി ഉള്ളതായതുകൊണ്ട് നന്നായി. കാലാ ഒരു കുട്ടിനെയും കൊഞ്ചിച്ച് ജീവിക്കാമല്ലോ. ഇജ്ജൊന്ന് പോടി. അതപ്പം ഓളെ ജീവിതമില്ല. ഉസ്താദിനൊപ്പം ജീവിക്കണമെങ്കിലൊക്കെ സുഖയിക്കാരം. പക്ഷെ ഓളെ സമ്മതിക്കരുത്. ഓൾ നിരകിച്ച് ജീവിക്കണം വേണ്ടത്. റാഹിലയുടെയും ഷെറീനയുടെയും പുതിയ പദ്ധതികൾ. അതെ, അവർ അത്രക്കും നീചയായ സ്ത്രീകളെ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഐഷുമ്മ അതാ പറഞ്ഞില്ലെങ്കിലേ പറയാനുള്ള വഴി എനിക്കറിയാം. ഉസ്താദിനെ നേരിട്ട് കാണാനും എനിക്കറിയാം. അങ്ങനെ അതാ ഷെറീന അതിനു വേണ്ടി ഒരുങ്ങുന്നു. റാഹില പറഞ്ഞു, താത്ത വേണോ? എന്താടി എനിക്ക്? അങ്ങനെ നമ്മളെ ആങ്ങൾക്ക് ഏതായാലും ജീവിതം കിട്ടിയില്ല, ഓൾക്കും കിട്ടരുത്. ഓൾ ഇടങ്ങാറാവണം. പിന്നെ കുട്ടികളില്ലാത്ത കാര്യം, ഫോണ് പിടിച്ച കാര്യമൊക്കെ നല്ലോണം ഉസ്താദിനോട് നോതി കൊടുക്കണം. ഉസ്താദിൻ്റെ എന്തായാലും ഉസ്താദിന് ചെറിയൊരു വെറുപ്പ് തുടങ്ങും. അങ്ങനെ വെറുത്ത് വേർപ്പെടിച്ചണം. അതിന് വേണ്ടിയിട്ടുള്ള പണി നമ്മൾ എടുക്കണം. എന്തെങ്കിലും തന്നെ സംഭവം നടക്കുള്ളൂ. അങ്ങനെ തന്നെ. അല്ലാതെ പോലെ അത്ര സുഖമായി ജീവിക്കണം എനിക്ക് കഴിയൂല. നമുക്ക് കാണാലോ. ഷെറീന റാഹിലയോട് കാര്യങ്ങളെല്ലാം പറയുന്നു. രണ്ടുപേരും പുതിയൊരു കാര്യത്തിലേക്ക് കടക്കുന്നു. എന്നാൽ ഐഷുമ്മയുടെ ആ പൊന്നു കെട്ടതിന് ശേഷം അവരൊന്ന് ഒരുപാട് ഇടങ്ങാറായിട്ടുണ്ട്. പോലീസ് ഇപ്പോഴും അവരുടെ മേൽ ഒരു കണ്ണുണ്ട്. അവരുടെ പറമ്പ് മുഴുവനും കിളച്ച് ആ സ്വർണത്തിന് വേണ്ടി അവരൊരുപാട് കിളച്ച് കുഴങ്ങിയിട്ട് തന്നെയുണ്ട്. നല്ല പണി തന്നെ കൊടുത്തിരുന്നു. ഏതായാലും ആ തങ്ങളടുത്തും മുസ്ലിം തങ്ങളടുത്തും പോയി പറഞ്ഞപ്പോൾ നല്ലൊരു പണി തന്നെ അവരെല്ലാവരും കൊടുത്തു. തങ്ങളും തന്നെ നല്ല രീതിയിൽ മുഴുവനായിട്ട് പറമ്പൊക്കെ കൊത്തിക്കിളച്ച് അവർ സമീറയെ കൊണ്ട് പണിയെടുപ്പിച്ചതിനേക്കാൾ ഒരുപാട് ഇരട്ടിയിലധികം പണിയെടുത്തു. പക്ഷെ കിട്ടിയില്ല സ്വർണം. അതൊക്കെ സമീറ രക്ഷപ്പെടുത്തി ഷമ്മാസിൻ്റെ കൈകൾ കൊടുത്തതുകൊണ്ട് ഐഷുമ്മയും കാര്യമൊന്നും അറിയാതെ ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും എവിടെ വരെ എത്തും റായിലയുടെയും ഷെറീനയുടെയും കള്ളത്തരങ്ങൾ, കള്ളിക്കളകൾ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നല്ല ശബ്ദം ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ അനിയത്തിൻ്റെ അടുത്താണ്. ഇപ്പോൾ അനിയത്തി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ കുറച്ച് സുഖം ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. MRI സ്കാനിങ് ഒക്കെ എടുത്തു. അതിലൊന്നും കുഴപ്പം ബ്ലഡ് ചെക്ക് ചെയ്തു, എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവൾക്ക് ഭയങ്കരമായ തലവേദന വരികയാണ്. അപ്പോൾ ഞങ്ങളാകെ പേടിച്ചു കേട്ടോ. തലവേദന വന്നിട്ട് ഉള്ളിങ്ങോട്ട് ആകെ കുഴഞ്ഞ് ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഭയങ്കര പൊട്ടിപ്പൊളിയണ വേദന എന്ന് തന്നെ പറയാം. അങ്ങനെ MRI സ്കാനിങ് ഒക്കെ എടുക്കാൻ റബ്ബെ അടുത്തവർക്കൊക്കെ അറിയേണ്ട ഒരു ബുദ്ധിമുട്ട്. റഹ്മാനെ, ഒരുപാട് എന്താ പറയുക, ഖബറിലേക്ക് വെച്ച പോലെ എന്നാണ് പറഞ്ഞത്. നമ്മളെ ഖബർ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അതെ, ശരിക്കൊരു ഖബറിലേക്ക് കടന്ന ഭയങ്കരമായ ശബ്ദം കേൾക്കുക, ശരിക്കും പേടിപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെയൊക്കെ പഠിച്ചവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊന്നും ഒരാൾക്ക് എടുക്കാനുള്ള വിധി വരുത്താതിരിക്കട്ടെ. കാരണം അത്രക്കും ഭയാനകമായ നിമിഷങ്ങളായിരിക്കും MRI സ്കാനിങ് എടുക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. പലർക്കും പല അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവൾക്കും തന്നെ അവൾ പറഞ്ഞു, ഞാൻ മരിക്കാൻ തന്നെ തോന്നി, മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഇടയിലാണ്. അതേപോലെ ഉമ്മാക്കൊരിക്കലും അങ്ങനെ എടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാനുള്ളിൽ കയറിയപ്പോൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടേ നിന്നു എന്ന് പറഞ്ഞു.
ശരിക്കും നമ്മൾ ഒരു രക്ഷപ്പെടാനുള്ളൊരു പഠിച്ചവനെ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ ലാഹിലാഹില്ലാൻ്റെ സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ മീനിൻ്റെ വയറ്റിൽ അകപ്പെട്ട പ്രവാചകൻ ചൊല്ലിയത് അതാണല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ചെല്ലാൻ രക്ഷപ്പെടും. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു കാവൽ നമുക്ക് ഉണ്ടാവും എന്തൊക്കെ തന്നെയായാലും. എന്തായാലും അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അൽഹംദുലില്ലാ. അതിൽ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ബ്ലഡ് കുറവ് നല്ല ഉണ്ട്. ബ്ലഡ് കുറവുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞു. അതിൽ കുറച്ചൊക്കെ കൂടുതൽ കഷ്ടപ്പെട്ടു കേട്ടോ. അവളെ സ്റ്റോറി കാണുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവളും ചെറുതായിട്ട് സ്റ്റോറി ഇങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെയും ദുആ, നിങ്ങൾ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചിക്കണ്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. ഞാൻ അങ്ങനെ കമൻറ്റ് നോക്കിയപ്പോൾ അള്ളാഹു പെട്ടെന്ന് ഷിഫ നൽകണേ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയത്തിയുടെ അസുഖം ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണേ പടച്ച റബ്ബിനോട്. കാരണം നിങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലും ഒരാളുടെ പ്രാർത്ഥനയായിരിക്കും. ഏതായാലും ഇനി കുഴപ്പമൊന്നുമില്ലാതെ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കി പോകാനുള്ള ഒരു വിധി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു റഹ്മാനെ, എൻ്റെ അനിയത്തിക്ക് വേണ്ടി ദുആ ചെയ്തവർക്കൊക്കെ റഹ്മാൻ അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുക റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കുക റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നല്ല വാഹനത്തിൻ്റെ ശബ്ദം ഒച്ചപ്പാടൊക്കെ റോഡിൻ്റെ വക്കത്ത് തന്നെ ആയതുകൊണ്ട് നല്ല കേൾക്കുന്നുണ്ടാവും. അതുകൊണ്ടൊക്കെ കേട്ടോ ഇങ്ങനെ ശബ്ദങ്ങൾ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് വീട്ടിലൊക്കെ എത്തിയിട്ട് നല്ല സൈലൻ്റ് ആയിട്ടൊക്കെ സ്റ്റോറിയൊക്കെ പറയാം കേട്ടോ. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോറി വിടുന്നത്. കാരണം എൻ്റെ പ്രായമായ എൻ്റെ വല്യമ്മ ഉണ്ട്, എനിക്ക് 74 വയസ്സായ എൻ്റെ വല്യമ്മയൊക്കെ നുസൈബയുടെ കഥ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ കഥ വന്നോ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി, എൻ്റെ കൂടെയുള്ള അനിയത്തിയുണ്ട്, ഓള് പറയും നുസൈബാൻ്റെ കഥ വന്നോ ഉമ്മച്ചി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടി ഹോസ്പിറ്റലിലാണ്, ഞാൻ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഓൾ പറഞ്ഞാടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വിട്ടാളേ, അത് കേട്ടെങ്കിലും ഒരു സമാധാനമുള്ളൂ സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പലർക്കും ഒരു ഇഷ്ടപ്പെട്ട ഐഷുമ്മാനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ കൂടി ആയതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ഭയങ്കര ഇഷ്ടം. എന്തായാലും ഐഷുമ്മ എവിടെയും തകർന്നിട്ടില്ല. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് ജീവിക്കുന്ന അതെ ഐഷുമ്മ എന്ന് വെച്ചാൽ ഒരുപാട് ദാനധർമ്മശീലയായ ഉമ്മയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലേ. മക്കളെന്നോ രണ്ട് കണ്ണുകൊണ്ട് കാണാത്ത എല്ലാവരെയും മക്കളെ പോലെ കരുതുന്ന ഐഷുമ്മ. ഇപ്പം നമ്മളെ ആ പെണ്ണുണ്ടല്ലോ സൗദ, അവൾ പോയിട്ട് ഉമ്മാക്ക് വേദനയാണ്. ഉമ്മാക്ക് എങ്ങനെയെങ്കിലും അവൾ ഇങ്ങോട്ട് എത്തിക്കണം എന്നുള്ള ചിന്തയാണ് ഉമ്മാൻ്റെ മനസ്സിൽ. ഒരിക്കൽ പോലും സൗദയെ കുറ്റം പറയണില്ല. ഇൻഷാ അല്ലാഹ് എന്തൊക്കെ തന്നെയായാലും നല്ല അമ്മായിമ്മമാരും ഉമ്മമാരൊക്കെ ഞമ്മക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കും ഉണ്ടാകും.